അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി 1963 സെപ്റ്റംബർ 22 ടെക്സസ് എന്ന സംസ്ഥാനത്ത് ഡാലസിൽ വെച്ച് അദ്ദേഹം ഒരു റൈഫിളിൽ നിന്നുള്ള വെടിയേറ്റ് മരണമടഞ്ഞു. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എന്നിട്ടും ട്രംപിന് പോലും വെടിയേറ്റ ഒരു സാഹചര്യം നമുക്കറിയാം. അദ്ദേഹം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ സീക്രട്ട് സർവീസിന്റെ ഫുൾ പ്രൊട്ടക്ഷനിലും ഒക്കെയാണ് ട്രംപ് നടക്കുന്നത്. ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച് കൊന്നത് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച് കൊന്നത് ലീ ഹാർവി ഓസ്വാൾഡ്. അത് അതാണ് ആ പേരാണ് പുറമേക്ക് വരുന്ന പേര്, ലീ ഹാർവി ഓസ്വാൾഡ്. ആരാണ് ലീ ഹാർവി ഓസ്വാൾഡ്? ഇദ്ദേഹം ഒരു US മെറീനാണ്. ഞാനൊരു US ആർമി സോൾജറാണ്. US മെറീൻ എന്ന് പറഞ്ഞാൽ അതിനും കഠിനമായ ട്രെയിനിങ്ങും അത്രമാത്രം കമ്മിറ്റ്മെൻറ്റും, കടലിൽ കൊണ്ടിടും, ചെളി കൊണ്ടിടും, മരത്തിൽ കൊണ്ടിടും, കാട്ടിൽ കൊണ്ടിടും, അവിടെ നിന്നൊക്കെ ജീവിച്ച് വളർന്നു വരണം. അത്രമാത്രം ട്രെയിനിങ്, ബൂട്ട് ക്യാമ്പ്, മിലിറ്ററി ബൂട്ട് ക്യാമ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻസ് എന്നൊക്കെ. അത്തരത്തിലുള്ള ഒരു മെറീനാണ് ഇദ്ദേഹം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടെന്നാണ് പിൽക്കാലത്ത് വരുന്ന വാറൻ കമ്മീഷൻ റിപ്പോർട്ടോ അങ്ങനെ എന്തൊക്കെയോ കെന്നഡിനെ കൊന്നത് ആരെന്ന റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് ജന്മന കുടുംബത്തിൽ നിന്നുള്ള ലാക്ക് ഓഫ് കൺസിഡറേഷൻ കിട്ടിയില്ല എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അദ്ദേഹം മെറീൻസിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ട് അദ്ദേഹം പോയത് അന്നത്തെ സോവിയറ്റ് യൂണിയനിലാണ്, 50കളുടെ അവസാനവും 60കളിലൊക്കെ. എന്നിട്ട് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്ന് മെറീന എന്നൊരു പെണ്ണിനെ വിവാഹവും കഴിച്ചു അദ്ദേഹം. തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം ജോൺ എഫ് കെന്നഡിനെ വെടിവെച്ചു കൊല്ലുന്നത്. അന്ന് നമ്മൾ ഓർക്കണം, ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ഫിഡൽ കാസ്ട്രോ, ഇതൊക്കെ ഫിഡൽ കാസ്ട്രോ ഒക്കെ നമ്മുടെ നാട്ടിൽ ആരാധകരുണ്ട് കേട്ടാ. അപ്പൊ മാർക്സിസം, അതായത് കാൾ മാർക്സിന്റെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് ലീ ഓസ്വാൾഡ് ഹാർവി ഓസ്വാൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇവിടെ നിന്നും ഒരു ഫ്ലോറിഡയില് എന്ന സംസ്ഥാനത്ത് മിയാമിയിൽ നിന്ന് ഏകദേശം 90 മൈലുള്ളൂ ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോ എന്ന സോവിയറ്റ് യൂണിയന്റെ ഇതാണ്. അവിടെ കൊണ്ടുവന്ന് ന്യൂക്ലിയർ ബോംബുകൾ വിന്യസിച്ചിരിക്കുകയായിരുന്നു അമേരിക്കക്കെതിരെ. അതിനിടയിൽ ആണ് ഈ ജോൺ എഫ് കെന്നഡി അതിൽ വളരെ അധികം ഇൻവോൾവഡ് ആണ്. സോവിയറ്റ് യൂണിയനെതിരെ ശീതസമരം, കോൾഡ് വാർ സമയത്ത്. അപ്പൊ ഫിഡൽ കാസ്ട്രോനെ വധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒട്ടനവധി ശ്രമം നടത്തി. ഫിഡൽ കാസ്ട്രോ ഒരു സോവിയറ്റ് യൂണിയന്റെ ഒരു വലിയൊരു പോരാളിയായിരുന്നു രാഷ്ട്രീയമായിട്ട്. ഒപ്പം തന്നെ സൗത്ത് അമേരിക്കയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരെ അമേരിക്ക CIA കോവർട്ട് ഓപ്പറേഷൻസിലൂടെ അന്ന് വധിച്ചിട്ടുണ്ട്. അവിടെ തന്നെയല്ല വിയറ്റ്നാം യുദ്ധം നടക്കുന്നുണ്ട്, പിന്നെ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ യുദ്ധങ്ങൾ, അങ്ങനെ ഒട്ടനവധി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് ചെയ്തു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ ആഹ്വാനം മുഴുവനും വന്നത് ജോൺ എഫ് കെന്നഡിയിൽ നിന്നാണ്. അതിന്റെ പേരിൽ ഒരു ഓസ്വാൾഡ് എന്ന വ്യക്തി, US മെറീൻ, കെന്നഡിനെ കൊല്ലണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ഇൻഫ്ലുവൻസ് വേണം. അപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നിങ്ങൾ എത്ര മാധ്യമം, എത്ര യൂട്യൂബ് ചാനൽ, എത്ര മീഡിയ, എത്ര ഡീപ്പ് റിസർച്ച്, എത്ര ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടില്ല. അത് അനുമാനത്തിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ കാരണന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നീ അനുമാനിക്കരുത് അങ്ങനെ എന്ന്. പക്ഷെ അനുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാവും. അന്ന് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ജോൺ എഫ് കെന്നഡിയിൽ കൊണ്ടുവന്നത് സോവിയറ്റ് യൂണിയനാണ്. അത് ഇപ്പൊ നമ്മൾ ഇന്ന് അമേരിക്കയിലെ തെരുവിൽ ഇറങ്ങിയിട്ട് അവരോട് ആരോടെങ്കിലും ചോദിക്കുകയാണ്, ആരാണ് ജോൺ എഫ് കെന്നഡിനെ കൊന്നത്? ഇപ്പൊ ഒരു കറുത്ത വർഗ്ഗക്കാരോടൊക്കെ ഞാൻ സംസാരിക്കണം, ഞാൻ ഒട്ടനവധി ജനങ്ങളെ കാണുമ്പോൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കും. അവരെ പോയിട്ട് സംസാരിക്കാം, ഹേ ഹൗ യു ഡൂയിങ്, വാട്ട്സ് ഗോയിങ് ഓൺ. അപ്പൊ മാൻ ഇറ്റ്സ് എ ഇൻസൈഡ് ജോബ് മാൻ. അപ്പൊ കറുത്ത വർഗ്ഗക്കാരൻ പറയുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ്. അത് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ FBI CIA ചെയ്ത ഇതാണ് ജോൺ എഫ് കെന്നഡിനെ കൊന്നത് എന്നാണ്, വധിച്ചത് എന്നാണ്. വെള്ളക്കാരനാണെങ്കിൽ ചിലപ്പോൾ മൗനം പാലിക്കും. അവരുടെ സംസ്കാരം എങ്ങനെയാണ്. കറുത്ത വർഗ്ഗക്കാരൻ പറയുന്നത് കൊന്നത് ഉള്ളിൽ നിന്നുള്ളതാണ്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലാണ് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരന്റെ ഒരു നേതാവിനെ
വധിക്കുന്നത്. അത് ഒരുപക്ഷെ FBI ആണെന്നാണ് എൻ്റെ അനുമാനത്തിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് അനുമാനിക്കാനേ പറ്റൂ. ആരും നിങ്ങളോട് സത്യം പറയില്ല, അനുമാനിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ ചില ലോകത്തിന്റെ പല കാര്യങ്ങളും. അപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ജോൺ എഫ് കെന്നഡിനെ കൊന്നത്. ലീ ഹാർവി ഓസ്വാൾഡ് ഒരു ഇത് മാത്രമാണ്. ഇനി ജോൺ എഫ് കെന്നഡിനെ പറ്റി പറയുമ്പോ അദ്ദേഹം ഒരു സ്ത്രീ ലംബടനായിരുന്നു. ഞാൻ പറയുന്നത് അതെ, മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും ഇത് പറയാനുള്ള കാരണം, ഞാനൊരു മാസ്റ്റേഴ്സ് ഇൻ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആക്ടിങ് പ്രോഗ്രാം ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ നിന്ന് ഹോളിവുഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഓസ്കാർ അവാർഡ് മീറ്റിങ്ങിൽ വന്നിരുന്നത്. അവര് ഞങ്ങളുടെ ടീച്ചറായിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു പക്ഷെ 90 വയസ്സായി കാണും, 90 കഴിഞ്ഞ് കാണും. ബ്രണ്ട വക്കാര എന്ന ഇറ്റാലിയൻ ആയിരുന്നു ആ സ്ത്രീ. ബ്രണ്ട വക്കാര, അവർ ജീവനോടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 90 വയസ്സായി കാണും. 60കളിൽ അവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞാൽ അവര് ആയിരുന്നില്ല മുഖ്യ നായിക. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, ഈ നടന്മാരൊക്കെ വൈറ്റ് ഹൗസിലേക്ക് പോലും സ്ത്രീകളെ വരുത്തും. ജോൺ എഫ് കെന്നഡി അന്ന് ഒരു സ്ത്രീകളുടെ കൂട്ടമായിട്ട് ലിമോസിനിൽ പോകുമ്പോൾ ആ സ്ത്രീ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ബ്രണ്ട വക്കാര എന്ന് പറഞ്ഞാൽ അത് അവർ ഓസ്കാർ കിട്ടിയ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു ഹൈലൈറ്റ് ആണ് അമേരിക്കൻ സിനിമയും രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ഇത് പ്രതിപാദിക്കാനായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞത്, ഇപ്പൊ ഞാൻ ABC മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അവര് അനുമാനങ്ങളില് കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു അമേരിക്കൻ മേജറിനെ മഹാരാഷ്ട്രയിലെ താനെ എന്ന് പിടിച്ചപ്പോൾ അവർ പറഞ്ഞത് മോഡിനെ കൊല്ലാമെന്താ. പിന്നെ ഇവിടെ ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിൽ 808 മുറിയിലാകട്ടെ ടെറൻസ് ജാക്സൺ എന്ന് പറഞ്ഞ 20 വർഷത്തോളം അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കറുത്തവർഗക്കാരനായ പട്ടാളക്കാരൻ മരണമടഞ്ഞു ബംഗ്ലാദേശില്. അദ്ദേഹം വന്നത് മോഡിനെ കൊല്ലാനാണെന്ന് ABC മലയാളം പറയുന്നു. താനയിൽ വന്ന ആള് അങ്ങനെ മോഡിനെ കൊല്ലാൻ വന്ന ആളെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കോ? ടെറൻസ് ജാക്സന്റെ കാര്യം എനിക്ക് അനുമാനിക്കാൻ പോലും പറ്റുന്നില്ല എന്താണ് അത്. കാരണം ഞാൻ കണ്ടമാന സെർച്ചും ഫോൺ വിളികളൊക്കെ നടത്തി നോക്കി. പക്ഷെ എനിക്കറിയില്ല എന്തിനു വേണ്ടി അദ്ദേഹം ബംഗ്ലാദേശ്, കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒപ്പമായിരുന്നു. ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. മാറ്റി മുഹമ്മദ് യൂനുസ് വന്നു, അമേരിക്കയുടെ ആളാണ്. അവിടെ വെസ്റ്റിൻ ഹോട്ടലിൽ എന്തിന് ടെറൻസ് ജാക്സൺ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. നിങ്ങളോട് നുണ പറയില്ല, അനുമാനങ്ങൾ പറയും, പക്ഷെ നുണ പറയരുതെന്ന് ഉള്ളതാണ് എൻ്റെ ചാനലിന്റെ പ്രത്യേകത. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ ഈ ടെറൻസ് ജാക്സൺ എന്തിന് ധാക്കയിൽ വന്നു? സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻസിന്റെ US ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് അദ്ദേഹം. എന്തിന് ധാക്കയിൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബിസിനസ് വിസയിലാണ് അദ്ദേഹം വന്നത്. ഇതിൽ എനിക്കും സംശയമുണ്ടാക്കുന്ന വിഷയം, ഇത് അമേരിക്കൻ മിലിറ്ററി ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇത് എന്തിനാണ് അദ്ദേഹം ധാക്കയിൽ വന്നതെന്നോ, അതല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റും പറയുന്നില്ല എന്നുള്ളത് ചെറിയ സംശയം ഉളവാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പൊ ABC മലയാളം പോലും പറയുന്നുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അത് US ആർമി സ്പെഷ്യൽ ഫോഴ്സസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അത് ചെയ്യുക ചിലപ്പോൾ CIA അതല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിഭാഗങ്ങളോ ആയിരിക്കാം ചെയ്യുക. US ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ചെയ്യാൻ അദ്ദേഹം ഡിപ്ലോയ് ആയിരിക്കുന്നതൊക്കെ കോമ്പാക്ട് ഫീൽഡിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഒരു ബംഗ്ലാദേശിലെ അങ്ങനെ ഒരു ഓപ്പറേഷൻസ് നടക്കുന്നതായിട്ട് എനിക്കറിയാത്ത കാര്യമാണ്. അപ്പൊ ABC മലയാളം പറയുന്നത്, മോഡി മലേഷ്യയിൽ പോയാൽ ട്രംപ് അവിടെ വരുന്നുണ്ട്. ട്രംപും മലേഷ്യയുടെ ഒരു മുസ്ലിം രാജ്യമാണ്, ഭൂരിപക്ഷം മുസ്ലിം രാജ്യമാണ് മലേഷ്യ. അവിടെ ഇട്ട് മോഡിനെ കൊല്ലുമെന്നാണ് കേരളത്തിലെ ഒരു യൂട്യൂബ് അവര് ഒരു 1000 ആള് കാണുന്ന ചാനലാണെങ്കിൽ ഞാൻ ഈ വിഷയം പ്രതിപാദിക്കില്ലായിരുന്നു. പക്ഷേ അവരെ ഒട്ടനവധി മലയാളികൾ കാണുകയാണ്. അവിടെ ഇരുന്ന് പറയാണ്, മലേഷ്യയിൽ മോഡി പോയാൽ മോഡിനെ മലേഷ്യയും ട്രംപും കൂടി കൊല്ലുന്നു. ട്രംപ് കഴിഞ്ഞ ഒരു വ്യക്തി മാത്രമാണ്, ഒരു 3 കൊല്ലത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോണം. തന്നെയല്ല, ഇപ്പൊ മോഡിനെ വധിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ട്രംപ് ഒന്നല്ല തീരുമാനം എടുക്കുക. അതിന് മേലെ എന്ന് പറഞ്ഞാലും താഴെ എന്ന് പറഞ്ഞാലും ട്രംപിന്റെ അവസാനത്തെ ഒരു മൂളൽ വേണ്ടി വരെയിരിക്കും യെസ് എന്ന് മിഷന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ട്രംപ് എടുക്കുമോ? കാരണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ പുടിനെയും സെലൻസ്കിനെയും എടുക്കാം. യുക്രൈൻ്റെ സെലൻസ്കിന് ഈസി ആയിട്ട് പുടിനെ കൊല്ലാം, അല്ലെങ്കിൽ പുടിന് ഈസി ആയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് കളിക്കില്ല.
കാരണം കൊന്നു കളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടും എന്നുള്ളൊരു സാഹചര്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിഷൻസിന്റെ അത്ര ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപും മോഡിയായിട്ട് ഈഗോ ക്ലാഷ് ഉണ്ട് എന്ന് വിചാരിച്ച് വധിക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാഷ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ദീപാവലി ആഘോഷത്തിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തിട്ടുണ്ട് വ്യക്തിബന്ധങ്ങളിൽ. പക്ഷെ CIA പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട സ്ഥിതി ഇന്ത്യക്കെതിരെ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ മേലെയുള്ള മോഡിയെ വധിക്കാനായിട്ട് അമേരിക്ക തീരുമാനം എടുക്കുന്നുള്ളൂ. അത് കാരണം അത് 100 കൊല്ലം കഴിഞ്ഞാലും അത് ചരിത്രം വിളിച്ച് നമ്മളെ 75 കൊല്ലം മുമ്പത്തെ 2ാം ലോക മഹായുദ്ധം ഇരുന്ന് ചർച്ച ചെയ്യും. ജോൺ എഫ് കെന്നഡിയുടെ 70 കൊല്ലം അല്ലെങ്കിൽ 65 കൊല്ലം മുമ്പ് പഴക്കമുള്ള ചരിത്രം ഇരുന്ന് പറയുന്നതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ അത് തീരെ കളങ്കമായിട്ട് മാറും. അതൊന്നും ചെയ്യാനായിട്ടുള്ള ഇത് അമേരിക്കയിൽ ട്രംപിന് വെളിവില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചാനലുകളുടെ അവരെന്ത് കണക്കാക്കിയാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്? മോഡി മലേഷ്യയിൽ കോലാലംപൂർ ഇത് നടക്കുന്നുണ്ട്, എന്തോ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ട്രംപ് വരുന്നു, ഇത് ഏഷ്യാനാണോ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. അവിടെ വലിയ ലോക പ്രമുഖരും ട്രംപും മോഡിയൊക്കെ വരുന്നു. മോഡി വെർച്വലായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ മോഡിയും അസിം മുനീറോ അല്ലെങ്കിൽ മറ്റേ ഷഹബാസ് ഷെരീഫോ നിൽക്കുന്ന ചിലപ്പോൾ ട്രംപിനെ പോലെയുള്ള ഒരു ആള് വന്നിട്ട് പറയും, വരൂ രണ്ടാളും വരൂ ഷേക്കൻഡ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവഹേളനം ഉണ്ടാവും. അതിന്റെ പേരിലാണ് മോഡി ഈ ഒരു ട്രിപ്പ് ഒഴിവാക്കിയത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം ഞാനാണ് എനിക്ക് ട്രംപ് ചിലപ്പോൾ പറയേ എനിക്ക് നോബൽ സമ്മാനം വേണം, മോഡി ഇങ്ങോട്ട് വരൂ, ഷഹബാസ് ഷരീഫ് ഇങ്ങോട്ട് വരൂ, ഷേക്കൻഡ് കൊടുക്കൂ. കാരണം അയാള് മറ്റേ അസർബൈജാന്റെയും അർമേനിയയുടെ ആയിട്ടുള്ള നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഷേക്കൻഡ് കൊടുപ്പിക്കല് ഈ നോബൽ സമ്മാനത്തിന്റെ അടുത്ത നോബൽ സമ്മാനത്തിന്റെ ഉന്നം വെച്ചിട്ടാ ട്രംപ് നടക്കുന്നത്. ഇത്തവണ കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിരിക്കാം മോഡി അവിടെ പോകാതെ ഇരിക്കുന്നത്. ഒപ്പം അജിത് ഡോവലോ ജയശങ്കർ പോലെയുള്ള ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ആ ചാനൽ അടച്ചുപൂട്ട്. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ ABC മലയാളവും ആ മറുനാടൻ കൂതറേനെയൊക്കെ എന്ത് ചെയ്യാണ്ട് അവർക്ക് 30 ലക്ഷമാണ് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഈ 11,000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഞാൻ ഈ സാധനം ഓടിച്ചോണ്ടിരുന്നത്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ അനുമാനാണെങ്കിലും സത്യമാണെങ്കിലും സത്യം നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയുള്ളൂ. അത് നിങ്ങളുടെ കൂട്ടുകാരോടും പറ. നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ ഇതിട്ടിട്ട് ഞാൻ എൻ്റെ ഫുൾ ഫിഗറൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ വീഡിയോടൊപ്പം. പക്ഷേ മോഡിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ ഒരു അമേരിക്ക എന്നൊരു രാജ്യം ട്രംപ് ഇരുന്ന് പറയുന്ന വിഷയമല്ല. ABC മലയാളം ചാനലിനോട് ഞാൻ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾ ഉത്തരവാദിത്തോടെ, അതായത് ഗൂഗിളിൽ നോക്കിയിട്ട് വെറുതെ പറന്ന് വിളിച്ച് പറയരുത്. നിങ്ങൾ ഈ ഗൂഗിളിൽ നോക്കിയിട്ടാണ്, ഗൂഗിളിലുള്ള ഇതിലാണ് ആ ടെറൻസ് ജാക്സൺ എന്ന ഇത് പറയുന്നത്. അതിനെ ഞാൻ ഇത് ചെയ്യൽ എനിക്കറിയില്ല അതിന്റെ ഇത്. പക്ഷെ ഇന്ത്യയിൽ വന്ന വേറൊരു US ആർമിയുടെ താനയിൽ വന്ന് ബൈബിളും കൊണ്ട് നടക്കണ ഒരുത്തനെ മോഡിനെ വധിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെ മലേഷ്യ പോയാലും അവിടെ മോദിനെ വധിക്കുക അതൊന്നും ഒന്നും അങ്ങോട്ട്. കാരണം ഞാൻ നിങ്ങളോട് വ്യക്തം പറയാം, ABC മലയാളം ഒന്നും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസീസിന്റെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ അമേരിക്കയുടെ CIAയുടെയോ ഒന്നും രേഖകളൊന്നും അവർ കണ്ടിട്ടല്ല. ഗൂഗിൾ ചെയ്തിട്ട് കിടന്ന് കലക്കണമെന്ന കലക്കാണ്. പക്ഷേ ഞാൻ ഗൂഗിൾ ചെയ്യുന്നതോടൊപ്പം കുറച്ച് കോളുകൾ ചെയ്യും, എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മലേഷ്യയായിട്ട് ഇന്ത്യക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇസ്ലാമിക പ്രശ്നങ്ങളും ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ ഇന്ത്യനെ ബുള്ളി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പാം ഓയിൽ ഇറക്കുന്നതിൽ വരെ അടി കിട്ടിയിട്ടുണ്ട് ചരിത്രത്തിൽ. പക്ഷെ എന്ന് വിചാരിച്ച് മോഡിയെ വധിക്കുക എന്ന് പറഞ്ഞ കഥ മാറി. മനസ്സിലായോ? ഈ അത്രമാത്രം ഇതൊന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നില്ല. താരിഫ് വിഷയത്തിലും ഈ ട്രംപിന്റെ വ്യക്തിപരമായ പല മാർക്കറ്റുകളുടെ ഇതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ ആണെങ്കിൽ പാകിസ്ഥാന്റെ അസിം മുനീറിനോ ഷഹബാസ് ഷരീഫിനോ ഹമാസിനോ ഒക്കെ ആഗ്രഹം ഉണ്ടാവാം. എന്ന് വിചാരിച്ച് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്നത്തെ ഏറ്റവും വലിയ ജനാധിപത്യ, പഴയ ജനാധിപത്യ ഇതാണ്, നമ്മളുടെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്. അവിടെ നിന്നൊരു ആഹ്വാനം മോദിയെ വധിക്കാൻ വരുന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇതാണ്. അങ്ങനെ അവരങ്ങനെയാണെങ്കിൽ ആദ്യം സി ജിൻപിങ്ങിനെയോ അല്ലെങ്കിൽ പൂട്ടിനെയോ വകവരുത്താനാണ് നോക്കുക, അതല്ലാണ്ട് മോഡിനെ വകവരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും കൂടി ഉത്തരവാദിത്തോടെ വരണം ഇത്തരം കാര്യങ്ങളിൽ എന്നാണ് എനിക്ക്
വിനീതമായിട്ട് ABC മലയാളം ചാനലിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.